പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ സാക്ഷ്യം പറഞ്ഞവർ തന്നെ നമ്മളോട് പറഞ്ഞത് അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ ധാരണകൾ ഒക്കെ അപ്പുറത്താണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവിക ഇടപെടലുണ്ടായതെന്ന് നമ്മളത് കേൾക്കുകയും ചെയ്തതാണ്. ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വന്നതേ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ ഒരു സാക്ഷ്യം ഇതാണ്: ഞങ്ങളിവിടെ വരാതിരുന്നെങ്കിൽ തീർന്നു പോയേനാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എത്തിപ്പെടാതിരുന്നെങ്കിൽ. ഇപ്പോഴൊക്കെ സാക്ഷ്യം എന്താ? അമ്മ ഡയറക്റ്റായിട്ട് പറയുകയാണ്, ഞാൻ കൃപാസനത്തിൽ നിന്നാണ് വരുന്നത്. അത് കാര്യം, അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് ആ വിഷയം. കാര്യം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഇങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സാക്ഷ്യം പറയുമ്പോൾ ആരെങ്കിലും 2 പേരെങ്കിലും പറയും മാതാവിനെ കണ്ടെന്ന് പറയും. നിങ്ങൾ ആ യൂട്യൂബിലെടുത്ത് നോക്കിയാൽ മതി, കാണാം. അപ്പോഴും ഞാനത് കേട്ടിട്ട് ഞാൻ പറയും, ഇനിയും ഒത്തിരി പേര് കാണും എന്ന് പറയും. എന്താ കാര്യം എന്നറിയോ? ഈ 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് അമ്മ ഇവിടെ നിന്നപ്പോഴേ ഞാനല്ലേ കണ്ടുള്ളൂ, അല്ലേ? അതിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഈ ഉടമ്പടി നമുക്ക് കിട്ടിയതും ഇത്രയും ആൾക്കാർ സാക്ഷ്യം പറയണത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാത്രമല്ല, നിങ്ങളുമൊക്കെ ആയിരക്കണക്കിന് മനുഷ്യരെ പരിശുദ്ധ അമ്മയെ കാണുമെന്ന് ഉറപ്പാണ്. കാര്യം എന്താ? ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണതെല്ലാം. സ്തുതിയുടെ ഹല്ലേലൂയ. എപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്? ഉടമ്പടി ചെയ്യണത് എന്തുകൊണ്ടാണ്? കാര്യം, ഉടമ്പടി വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. മക്കൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തതയുണ്ടാകണം. എന്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്യണത്? നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച സാധാരണ പ്രാർത്ഥന നടത്തിയാൽ പോരെ? സാധാരണ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? വിശ്വാസം മതി, അല്ലേ? സാധാരണ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? വിശ്വാസം മതി. ഉടമ്പടി എന്ന് പറയുമ്പോൾ വിശ്വാസം മാത്രം പോരാ. എന്ത് വേണം? വിശ്വസ്തത കൂടി വേണം. അപ്പോൾ വിശ്വസ്തതയുടെ വിഷയം വരുമ്പോഴുണ്ടാകണ എന്താണ്? നമ്മൾ അവിശ്വസ്തത വന്നാലും ദൈവത്തിന് അവിശ്വസ്തത വരത്തില്ല. അതാണ് എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയണത്. അതാണ് 2 തിമോത്തി 2:23 അച്ഛൻ ഇടയ്ക്ക് പറയണത്. 2:13 അല്ലേ? എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായിരിക്കും. അതുകൊണ്ടാണ് അച്ഛൻ പറയണത്, ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ഉടമ്പടി നിങ്ങൾ മുടങ്ങിപ്പോയാലും നിങ്ങളതിന് സ്പിരിറ്റ് കണ്ടിന്യൂ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മുടങ്ങിപ്പോയി അതുകൊണ്ട് അത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. എന്താ കാര്യം? കർത്താവിന് അത് പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ല. കാര്യം, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. ഇത് ഡബിൾ എൻഡ് പ്രെയറാണ്. വിശ്വാസത്തിൻ്റെ പ്രശ്നം, നമ്മൾ വിശ്വസിക്കുന്നു, അതേ ഉള്ളു, ഒരെൻ്റെ ഉള്ളു.
ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററലായിട്ട് വരും, ഉഭയകക്ഷിയാണ്. രണ്ട് കക്ഷികൾ അതിൻ്റെ അകത്തുണ്ടേ. ഒന്ന് അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്, ഈശോനോടാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിശ്വസ്തത വന്നാലും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അവിശ്വസ്തത, അതാണ് ഗ്യാരണ്ടി പ്രയറാണ്. ഗ്യാരണ്ടി പ്രയറാണ് ഉടമ്പടി എന്ന് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ആ വിഷയം കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ വിശ്വാസ സാധാരണ പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പം ബൈബിള് പറയും നിന്റെ കഴിവിൽ നിന്റെ യോഗ്യതയിൽ കവിഞ്ഞ കാര്യങ്ങൾ നീ അന്വേഷിക്കരുതെന്നാണ് പറയണത്. പറഞ്ഞ മനസ്സിലായ? നിന്റെ യോഗ്യതയിൽ കവിഞ്ഞ കാര്യങ്ങൾ നീ അന്വേഷിക്കരുതെന്നാണ് സങ്കീർത്തനം 131:1. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിൻ്റെ സമ്മർദ്ദം എന്താ? നമ്മുടെ മിനിമം കഴിവ് കൊണ്ട് നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിലേ ഇപ്പം ബൈബിൾ പറയാം, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ നീ അതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറയും. ഇപ്പം ബൈബിൾ എഴുതിയ കാലഘട്ടം അതാണ്. ഇപ്പോൾ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ കാലത്തിന് ആവശ്യമനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഉറപ്പല്ലേ? കാര്യം എന്താ? ജീവിത ചെലവ് ഇങ്ങനെ പുതിയ കാലത്തെ പുതിയ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരികയാണ്. ഇപ്പം തന്നെ ഇവിടെ ഉള്ള അഭ്യസ വിദ്യർക്ക് തന്നെ ജോലി കൊടുക്കാൻ പകുതി പേർക്കും 12 ലക്ഷം എൻജിനീയർമാർക്ക് ജോലിയില്ല ഇന്ത്യയിൽ. പിന്നെ നമ്മൾ ബിടെക് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പോകും, നമ്മൾ ജോലിയുള്ള രാജ്യത്തിന് പോകണം. ജോലിയുള്ള രാജ്യത്ത് പോയി കണ്ടുപിടിക്കണം. അതിന് ചിലർ B1 എടുക്കും, ചിലർ B2 എടുക്കും. എന്നിട്ട് വന്ന് നിലയം വിളിച്ച് അമ്മയോട് പറയും, അമ്മേ B2 ജർമ്മൻ എനിക്കൊന്നും മനസ്സിലാവണില്ലെന്ന് പറയും. എനിക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ല, പക്ഷെ ജർമ്മൻ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയും. പക്ഷേ ജർമ്മനിലാണ് എനിക്ക് ബന്ധമുള്ളവരും വിസ ഇഷ്യൂ ചെയ്യാനുള്ളവരും ഒക്കെ ഉള്ളത്. ലണ്ടനിലില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും? ജർമ്മൻ പഠിക്കുക എന്നുള്ളത് എൻ്റെ കഴിവിൽ കവിഞ്ഞ കാര്യമാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിൽക്കണം. നാട്ടിലാണെങ്കിൽ എനിക്ക് ജോലി തരാനുള്ള കപ്പാസിറ്റിയും ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ഈ നമ്മുടെ പ്രധാനമന്ത്രി ലോകം മുഴുവനും പോകുമ്പോൾ എനിക്ക് സത്യമായ സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാമോ? നോട്ടടിക്കണമെങ്കിൽ പ്രധാനമന്ത്രി പോകണം. ഇതുപോലെ ഇന്ത്യയിൽ നോട്ടടിക്കണമെങ്കിലേ പ്രധാനമന്ത്രി ഇതുപോലെ പോകണം. എന്താ കാര്യം എന്നറിയാമോ? ഇന്ത്യയിൽ നോട്ടടിക്കണമെങ്കിൽ ആ അടിക്കണ അത്രയും നോട്ടിൻ്റെ മൂല്യം നമ്മളുടെ ഇവിടെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുണ്ടാവണം. സ്വർണമായിട്ടോ മനുഷ്യൻ്റെ അധ്വാന ശേഷിയായിട്ടോ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണയപ്പെരുപ്പം. ഒരു പേരക്കയ്ക്ക് നമ്മൾ 100 രൂപ കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ നിലവാരത്തിൽ അതില്ലാത്തത് കാരണം
മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അധ്വാന ശേഷിയാണ് നോട്ടടിക്കാൻ വേണ്ടി നമ്മൾ ഈടുവെക്കണത്, നമ്മുടെ ഉൾപ്പെടെ. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൊമാലിയായി പോകും. നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ നല്ല നയതന്ത്ര ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ അവിടുത്തെ തൊഴിൽ നിയമങ്ങൾക്ക് നമുക്കെതിരാണെങ്കിൽ അവർ നമ്മളെ പറഞ്ഞു വിടും. അച്ഛൻ പറഞ്ഞു വരുന്നത്, ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായ കഴിവ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. പിന്നെ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ കഴിവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ കഴിവിലല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം കഴിവ് നൽകുന്നത് ആരാണ്? ദൈവമാണ്. പരിശുദ്ധ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ വിശുദ്ധ അൾത്താരിയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഈ അൾത്താരിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ അനുഭവം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സണ്ണി. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. 2023 ജൂലൈ 15 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ആദ്യത്തെ ഉടമ്പടി പുതുക്കലിൽ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്, 2ാം പ്രാവശ്യത്തെ സാക്ഷ്യമാണ്. 3 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിരിക്കുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആഗ്രഹം മറ്റൊന്നാണ്. അത് ഞാനിതിന് പിന്നെ പറയാം, ഇതിന് പുറകിലായിട്ട് പറയാം. ഉടമ്പടി എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്ന് അത് ഞാൻ രണ്ടാമത് പറയാം. ആദ്യം ഞാൻ എൻ്റെ സാക്ഷി നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഞാൻ ആദ്യമായി എൻ്റെ സ്പൈനൽ കോഡിന് ഒരു സർജറി നടത്തിയിരുന്നു 3 വർഷം മുമ്പ്. സ്പൈനൽ കോഡിൻ്റെ സർജറി വിജയകരമായിരുന്നു. ഏതാണ്ട് ഒരു 4 മാസത്തിന് ശേഷം ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന പോലെ 2 തുടകളിലേക്ക് വേദന ഇറങ്ങാൻ തുടങ്ങി. വേദന ഇറങ്ങുന്നു, അതോടൊപ്പം ഈ സർജറി ചെയ്ത ഭാഗത്ത് ഭയങ്കരമായിട്ടൊരു ഭാരം അനുഭവപ്പെടുകയാണ്. ഒരു 2-3 കിലോ വെയിറ്റുള്ള ഒരു കല്ല് വെക്കുന്ന അത്രയും ഭാരം ഈ സർജറി ചെയ്ത ഭാഗത്ത് എനിക്കുണ്ടായിരുന്നു. 2 തുടകളിലേക്കും വേദന ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാനിത് കാണിക്കുവാനായിട്ട് ആദ്യം തന്നെ സർജറി ചെയ്ത ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ വീണ്ടും സ്കാനിങ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങളുടെ സർജറി ഓക്കെ എന്ന് പറഞ്ഞു. വീണ്ടും 2 പ്രാവശ്യം കൂടി ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോഴും ഡോക്ടർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ഇനി ഡോക്ടറെ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് മൈസൂരാണ്. അപ്പോൾ മൈസൂർ ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ കണ്ട് വീണ്ടും അവരുടെ വകയിൽ വീണ്ടും അവിടുന്ന് സ്കാനിങ് ചെയ്തു. അവരും ഇത് തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളില്ലാന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ വേദനയ്ക്കൊരു കുറവോ ഈ അനുഭവത്തിനോ ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഞാനൊരു 6 അനുഭവസാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കായി ഞാനിവിടെ മുട്ടുകുത്തി നിന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ ആ സൈത്ത് പൂശിക്കൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ എൻ്റെ ആ ഭാരം അനുഭവപ്പെടുന്ന ആ ടെൻഡൻസി അപ്പോൾ തന്നെ നീക്കപ്പെട്ടു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടേയില്ല. രണ്ടാമത്തെ എൻ്റെ ഒരു അനുഭവം പറയാനുള്ളത്, എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതൽ ഇവിടെ ഒരു അസുഖമായിരുന്നു വേരിക്കോസ് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഡോക്ടർമാരെ സമ്മതിക്കുന്നില്ല, വേരിക്കോസെന്ന് സമ്മതിക്കുന്നില്ല. കാരണം അവർ അറിയാവുന്ന സ്കാനിങ്ങുകളൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ കാല് 2ഉം കറുത്തിരിക്കുന്നു. രാത്രിയിൽ അസഹ്യമായ വേദന, ഞരമ്പുകളെല്ലാം അങ്ങനെ ചുരുണ്ടായിരിക്കുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് മൈൽഡായിട്ട് മാത്രമേ വേരിക്കോസുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അവർ ഡോക്ടർ ഒക്കെ ചെയ്തു നോക്കി. പക്ഷേ എൻ്റെ വേദനയ്ക്ക് ഒരു കുറവുമില്ല. രാത്രിയിൽ പെട്ടെന്ന് ഉറക്കത്തിൻ്റെ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടാവും. ചാടി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വേദന ഒരു കാലിനാണെങ്കിൽ പെട്ടെന്ന് അടുത്ത വേദന അടുത്ത കാലിന് കയറും. അങ്ങനെ അസഹ്യമായ വേദനയായി. ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് എല്ലാ ദിനവും രാത്രിയിലും രാവിലെയും പ്രാർത്ഥന കഴിഞ്ഞ് ഈ തൈലം പൂശി സ്ഥിരമായി ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് നടുവിന് ഞാൻ ഈ തൈലം പൂശുമായിരുന്നു. അങ്ങനെ ഈ തൈലം പൂശി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഈ വേദന എന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. അതികഠിന വേദന, ഞാൻ കുരിശിൽ തറയ്ക്കുന്ന കൂട്ട് വേദനയാണ്. ആ വേദനയിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി എൻ്റെ സൗഖ്യം പ്രാപിച്ചു. അതിൻ്റെ പ്രധാന കാരണം ഡോക്ടർമാർ എനിക്ക് വേദനയ്ക്കുള്ള ഗുളികളൊക്കെ തന്നിരുന്നു. അതൊന്നും ഞാൻ ഉപയോഗിച്ചില്ല, എല്ലാം ഞാൻ മാറ്റിവെച്ചു. പക്ഷേ ഈ തൈലം ഞാൻ എന്നും തേച്ചുകൊണ്ട് എന്നും കൃത്യനിഷ്ഠയോടുകൂടെ തന്നെ രാവിലെ 4:30 എഴുന്നേറ്റ്
ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ഈ തൈലം പൂശിയിട്ട് മാത്രമേ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ചെയ്ത് അത്ഭുതകരമായ വിധം ആ രോഗത്തിൽ നിന്നും എനിക്ക് സൗഖ്യമുണ്ടായി. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം പറയട്ടെ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടിയിൽ എഴുതാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചിരുന്നു, ഒരു ഭവനം എനിക്ക് വേണം, അത് എഴുതിയാലോ എന്ന് ആലോചിച്ചിട്ട് എഴുതാതെ ഞാൻ പോയി. എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാനൊരു വീട് പണിയുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്കത് എഴുതാൻ എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അത് എൻ്റെ അവസാനത്തെ ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ ഭവനം പണിയുവാനുള്ള ആഗ്രഹം ഞാൻ അത് രേഖപ്പെടുത്തി വെച്ചു. അതിനുശേഷം ഒരു മാസം കൂടി പിന്നിട്ടു. അപ്പം എൻ്റെ മനസ്സിൽ അതൊരു ആഗ്രഹമായി തുടങ്ങി വീണ്ടും. അപ്പോൾ എനിക്ക് പരിചയമുള്ള 2-3 ബാങ്കിൽ പോയി. ഞാൻ മൈസൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സാലറി വരുന്ന ബാങ്കിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പോയി. അവിടെ ചെന്ന് ഞാൻ മാനേജറെ കണ്ട് ചോദിച്ചു, എനിക്കൊരു ഭവനം പണിയാനുള്ള ഒരു ലോൺ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറ് ഇപ്പം ഇത്രയും പ്രായമായില്ലേ, നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺ അതിൻ്റെ പേരിൽ നമുക്ക് ലോൺ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലുള്ള വേറെ 2 ബാങ്കിൽ പോയി. അവർക്കും പറയാനുള്ള ആൻസർ ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സീനിയർ സിറ്റിസണായി, അപ്പോൾ അതുകൊണ്ട് ലോൺ തന്നു കഴിഞ്ഞാൽ ഇനി തിരിച്ചടവിനുള്ള സമയമില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ദിവ്യകുർബാന പങ്കെടുത്തിട്ട് ഞാൻ റൂമിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, വേറൊരു മാനേജറുണ്ട് ബാങ്കിലെ, ഞാൻ അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു, നീ ആ മാനേജറിന്ന് വിളിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പം മാനേജറോട് അങ്ങനെ എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നു കാര്യം നേരിട്ട് ബാങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ ലീവ് ആക്കിക്കൊണ്ട് തന്നെ നാട്ടിൽ വന്നു. ഈ മാനേജറെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പകുതി വഴിക്ക് വന്നപ്പോൾ തന്നെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, അതാ മാനേജറിന് ലീവാണ്, വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പകുതി വഴിയെത്തിപ്പോയി. പിന്നെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മനസ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഞാൻ മാനേജറിൽ നിന്ന് ഫോൺ വിളിച്ച് നോക്ക്, ജസ്റ്റ് നീ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തിട്ട് ഈ മാനേജർ വിളിച്ചു. മാനേജറോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യുക, നാളെ എന്നെ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. പിറ്റത്തെ ദിവസം തന്നെ ഞാൻ ലീവാക്കി മാനേജറെ കാണാൻ വേണ്ടി ചെന്നു. മാനേജറെ കാണാൻ ചെന്ന് മാനേജറെ കണ്ടു. മാനേജർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഞാൻ പറഞ്ഞു, സാറേ അടുത്ത മാസം ഞാൻ റിട്ടയർഡ് ആകും എന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ തരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മാനേജറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ മാനേജർ ഇങ്ങനെ കസേരയിലിരിക്കുകയാണ്. ഞാനിങ്ങനെ എതിർവശത്ത് ഇങ്ങനെ ഇരിക്കുന്നു. കസേരയിൽ എതിർവശത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഉടമ്പടി ഉപ്പെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാൻഡിൻ്റെ ബേക്കിൽ ഞാൻ തൂളിക്കൊണ്ടാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. അയാൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉപ്പിടുന്ന ഇയാൾ കാണുന്നില്ല. അങ്ങനെ അയാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യേ, നാളെ വൈകുന്നേരം വിളിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇയാൾ വിളിച്ചു. ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യുക, ഞാനൊരു ഡോക്യുമെൻറ്റിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, സാർ ആ ഡോക്യുമെൻറ്റിൻ്റെ അത്രയും ഡോക്യുമെൻറ്റ് എനിക്ക് അയക്കുക, എന്നിട്ട് ഞാൻ കൺഫേം ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു ഇത്രയും ഡോക്യുമെൻറ്റ് കൊണ്ടുപോവാ, നമുക്ക് നോക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം കാര്യങ്ങൾ പിന്നെ ശീഘ്രതയിലാവുകയാണ്. ഇയാളാണ് എന്നെ എന്നും വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാറില്ല, പക്ഷേ ഇയാൾ എന്നും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നോട്ടറി ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഇരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചു, ആക്ച്വലി നിങ്ങളാണോ ലോൺ എടുക്കുന്നത്, ഈ മാനേജർക്ക് വേണ്ടിയിട്ടാണോ ലോൺ എടുക്കുന്നത് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ സാർ അങ്ങനെ ചോദിച്ചാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, അദ്ദേഹം എന്നെ കണ്ടമാനം പ്രഷർ ചെയ്യുന്നു നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി അത് അമ്മയാണ്, അതായത് അദ്ദേഹത്തെ കൂടി ചെയ്യിച്ചു എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതാണ് എൻ്റെ മൂന്നാമത്തെ അനുഭവ സാക്ഷ്യം. അപ്പോൾ എനിക്ക് അതിനകത്ത് മെറിറ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല, ഒരു മെറിറ്റും ഇല്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇത്ര ഏജായി, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ ലോൺ എനിക്ക് പാസ്സാക്കി തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ മതിലേൽ ഒരു ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചു. നമുക്കറിയാവുന്ന ഇപ്പം എല്ലാ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ റോഡുകളിൽ ടാറൊക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം, ഇത് ഇന്ന MPയുടെ ഇന്ന സ്കീമിൽ നിന്ന് തന്നതാണെന്ന് അവിടെ ഒരു ബോർഡ് കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ, ഇതെൻ്റെ ദൈവം തന്ന, ഇതെൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല. അപ്പോൾ ഞാനവിടെ ഇങ്ങനത്തെ ഒരു കൂടിനകത്ത് മഴ നനഞ്ഞ് പോകാത്ത വിധത്തിൽ ഒരു കടലാസിൽ എഴുതി, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ കൂലിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നു വ്യർത്ഥം എന്ന് ഞാൻ എഴുതി അവിടെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളോട് കാര്യം കൂടി പറയട്ടെ. ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്.
ഞാനിങ്ങനെ ഈ ദൈവവചനം അവിടെ എഴുതി ഒട്ടിച്ചു വെച്ച് അപ്പം അതിങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ച് അന്നേരം ബാങ്കിൽ നിന്ന് പൈസ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആദ്യം മണ്ണെടുത്ത് മാറ്റിയേക്കാമെന്ന് വിചാരിച്ച് തറക്കാൾ മണ്ണെടുത്ത് മാറ്റി പണി ആരംഭിച്ച് ഒരു 6 നിര കല്ല് മതിലിന് കെട്ടിക്കൊണ്ടിരിക്കുക. അന്നാണ് ഈ വർഷത്തെ അതിഭയങ്കരമായ ആദ്യത്തെ മഴ വയനാട്ടിൽ പെയ്യുന്നത്. ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 സമയത്ത് മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം വന്ന് എൻ്റെ വീടിൻ്റെ നേരെ മുകൾവശത്തുള്ള ഒരു 17 മീറ്റർ നീളത്തുള്ള ഒരു റിസോർട്ടുകാരുടെ ഒരു മതിലും അവരുടെ ഫെൻസും കോൺക്രീറ്റ് പോസ്റ്റും എല്ലാം തകർത്തുകൊണ്ട് എൻ്റെ ഈ പെരത്തറയിലേക്ക് വന്നങ്ങ് വീണു. എങ്ങനെയുണ്ട്? ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് അവിടെ വലിയ നോട്ടീസൊക്കെ ഒട്ടിച്ച് വെച്ചതാണ്. പക്ഷേ ആ നിമിഷ നേരം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി. അവിടെ ഞാനൊരു 1.25 ലക്ഷം രൂപ കൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ച സംഭവം 3.25 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്ന് കെട്ടാനായിട്ട്. അതൊരു ഭയങ്കര മഴയും ചെളിയെല്ലാം ആയി പണിയെടുക്കാനേ പറ്റുന്നില്ല. പക്ഷേ അതിനകത്ത് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഞാൻ അല്പം പോലും ഞാൻ പരിഭ്രമിച്ചിട്ടില്ല. എനിക്ക് അതിനകത്തൊരു ദുഃഖമേ വന്നിട്ടില്ല. അത്ര ശക്തമായ രീതിയിൽ അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മയിലുള്ള മധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് 100% നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഈ 3 അനുഭവ സാക്ഷ്യത്തോടൊപ്പം ഞാൻ പറയാനുള്ള കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തത പുലർത്തി കഴിഞ്ഞാൽ കർത്താവ് ഏറ്റുകൊള്ളും ആ കാര്യം. ഞാൻ പറഞ്ഞൊരു ആദ്യമേ തന്നെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടാലും ശരി, നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിച്ചോ, അത് അഡ്വാൻസായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. അതാണ് വാഗ്ദാനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു. പക്ഷേ ഒറ്റ ഡിമാൻഡ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുക. വിശ്വസ്തയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അതൊക്കെ പ്രാർത്ഥനയേ ഉള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്ക് ഇല്ലായിരുന്നു. പക്ഷെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലുള്ള ഈ ഉടമ്പടി ജീവിതം ആരംഭിച്ചതിന് ശേഷം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇത് ഉടമ്പടി ജീവിതമാണ്. ഞാൻ ആദ്യമേ തന്നെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ ഈശോയോട് പറഞ്ഞൊരു ഒറ്റ വാക്കാണ്, ഇതെൻ്റെ 90 ദിവസത്തേക്കുള്ള എഗ്രിമെൻ്റ് അല്ല കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ മരണം വരെ നീ എനിക്ക് ഇത് തന്നാലും തന്നില്ലേലും അതിനകത്ത് എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞ വാക്കനുസരിച്ച് മരിക്കുന്നത് വരെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടി. അപ്പോൾ ഒരു പ്രാവശ്യത്തെ ഉടമ്പടി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ ഉടമ്പടി ചിലപ്പോൾ 1 മാസമൊക്കെ താമസിച്ചിരിക്കാൻ വരിക. പക്ഷേ ഒരു ദിനം പോലും ഇതെൻ്റെ ഒരു റുട്ടീനായി മാറി, ഇതെൻ്റെ ലൈഫ് ഓഫ് സ്റ്റൈലായി മാറി. ഉടമ്പടി എന്നുള്ളത് അതാണ്. അങ്ങനെ ഞാൻ വളരെ അറ്റാച്ച്മെൻറ്റിലാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളങ്ങനെ വിശ്വസ്തതാപൂർവ്വം നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ, പരിശുദ്ധാത്മാവിനോട് എത്ര ഇരുന്ന് പ്രാർത്ഥിച്ചാലും മടുപ്പ് വരാതിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് പാപബോധം എന്ന് പറഞ്ഞൊരു കാര്യം. നമുക്ക് തോന്നുന്നുണ്ടോ പാപബോധം നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടോ? കിട്ടുകയില്ല. പാപബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പാപം എന്താണ് നന്മ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കും അത് ലഭിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന മൈസൂരാന്ന് പറഞ്ഞൊരു, അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു 7 കിലോമീറ്റർ അകലത്തിൽ ഈ മെൻ്റലി റിട്ടാർഡായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. 73 മെമ്പേഴ്സുണ്ട് അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്കത്തെ ഭക്ഷണം അവർക്ക്, സമൃദ്ധമായ ഭക്ഷണം അവർക്ക് കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണും. പിന്നെ വ്യക്തിപരമായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അച്ഛൻ്റെ ധ്യാനം സംബന്ധിക്കും, അത് ഷെയർ ചെയ്ത് കൊടുക്കും. അതോടൊപ്പം തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഞാൻ എൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചു കൊടുക്കും. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അക്രൈസ്തവരായ കന്നഡക്കാരെ 2 പ്രാവശ്യത്തെ വരവിൽ 8 ഫാമിലി ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. അവർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കാൻ തോന്നി അറിയാമോ? ഞാൻ അവരോടുള്ള അപ്രോച്ച്മെൻറ്റ് കണ്ടിട്ടാണ് ഈ സണ്ണി സാർ എന്താണ് മറ്റുള്ള സ്റ്റാഫിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് അവർക്ക് എന്നിൽ മനസ്സിലായതുകൊണ്ടാണ് അവരെൻ്റെ കൂടെ വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് 2 പ്രാവശ്യമായിട്ട് 8 ഫാമിലി വന്ന് ഉടമ്പടി എടുത്തു. അവർക്കൊക്കെ ഞാൻ കന്നഡ ബൈബിൾ വാങ്ങിക്കൊടുത്തു. ബൈബിൾ വാങ്ങിയിട്ട് ഞാൻ പറയും, നിങ്ങൾ ഇത് വായിക്കുക, ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞു. അത് അവർക്ക് അതിനകത്ത് ഒരു 2 ഫാമിലീസിന് ആദ്യത്തെ മാസം തന്നെ അനുഭവം ഉണ്ടായി. അവർ പിറ്റത്തെ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.
ഇവിടെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇത് എഴുതി തന്നിട്ടുണ്ട്. അത് പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞ് പോയതാണ്. അവർ വന്നില്ല, അവർക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കന്നഡ ഭാഷയിലുള്ള കൃപാസന പത്രം, നമ്മുടെ മലയാള ഭാഷയിലുള്ള കൃപാസന പത്രം, ഇത് ഞാൻ വ്യക്തികൾക്കായിട്ടും, കന്നഡ ഭാഷയിലുള്ളത് കമ്പനി തന്നെ കൊടുക്കും, മലയാള ഭാഷയുള്ളത് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ ആരെയൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു മെൻറ്ററായിട്ട് നിന്നുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൃത്യമായിട്ട് അതിന് ഫലം കിട്ടുന്നുമുണ്ട്, കൃത്യമായിട്ട് അതിനൊരു മാറ്റം പോലുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു കൃപ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ വ്യക്തിപരമായിട്ട് വളരെ അടുത്തിരിക്കുക. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ദൈവം തരും. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നോ, ഏത് നിയോഗം ഞാൻ വെച്ചോ, ഇതുവരെ എനിക്ക് ആ നിയോഗം സാധിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല, ഒരു ബുദ്ധിമുട്ടും എനിക്കുമില്ല. ആ കാര്യം മറന്നുപോയി ഞാൻ. ആ കാര്യം ഞാൻ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ പോലും ഞാൻ ഇപ്പോൾ പറയാറേ ഇല്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മാസം മാത്രമേ പുതുക്കിയിട്ട് പോയത്. അപ്പോൾ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എനിക്കിനി എഴുതേണ്ട കാര്യങ്ങളില്ല. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവ സാന്നിധ്യം. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.